ഷൂട്ടിങ്ങിൽ നിന്നുള്ള ഇടവേളകളിൽ നടന്മാർ വാനിറ്റി വാനുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ അവ അവരുടെ സ്റ്റാറ്റസിന്റെയും വ്യക്തിഗത ശൈലിയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. മിക്ക അഭിനേതാക്കളും അവരുടെ അഭിരുചിക്കനുസരിച്ച് വാനിറ്റി വാനുകൾ പരിഷ്കരിക്കുന്നുണ്ട്. ബാറുകളും ജിമ്മുകളും മുതൽ ആഡംബര ടോയ്ലറ്റുകളും വരെയുള്ള വാനിറ്റി വാനുകൾ കുറിച്ച് നടന്മാരും നടിമാരും സ്വന്തമാക്കിയിട്ടുണ്ട്. ബാറുകളും ജിമ്മുകളും മുതൽ ആഡംബര ടോയ്ലറ്റുകളും വരെയുള്ള വാനിറ്റി വാനുകൾ കുറച്ച് നടന്മാരും നടിമാരും സ്വന്തമാക്കിയിട്ടുണ്ട്. അവയിൽ മിക്കവാറും എല്ലാം ഉണ്ട്. ആഡംബര ഇന്റീരിയറുകളുടെ കാര്യത്തിൽ അവരുടെ ആഡംബര വീടുകളേക്കാൾ ഒട്ടും പിന്നിലല്ല ഈ വാനുകൾ. കോടികൾ വിലമതിക്കുന്ന ഏറ്റവും ആഡംബരപൂർവമായ വാനിറ്റി വാനുകളിൽ ഷൂട്ടിങ്ങിനെത്തുന്ന പല താരങ്ങളും ഇന്ന് ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. ചില സെലിബ്രിറ്റികൾ അവരുടെ വാനുകളും ഇഷ്ടാനുസരണം ഇന്റീരിയർ ഡിസൈനർമാരെ കൊണ്ട് രൂപകൽപ്പന ചെയ്യാറുണ്ട്. അടുത്തിടെ പുറത്തുവന്ന അത്തരമൊരു വാനാണ് ദീപിക പദുക്കോണിന്റേത്. പ്രശസ്ത ഇന്റീരിയർ ഡിസൈനർ വിനിത ചൈതന്യാണ് മുംബൈയിലെ ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡിലെ ദീപികയുടെ 100 കോടിയുടെ ക്വാഡ്രാപ്ലക്സ് അപ്പാർട്ട്മെന്റ് രൂപകൽപ്പന ചെയ്തത്. ദീപികയ്ക്ക് വേണ്ടി ഒന്നിലധികം വീടുകൾ മാത്രമല്ല 2 വാനിറ്റി വാനുകളും താൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് വിനിത വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ അവരുടെ വീടുകൾ പലതവണ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വ്യൂമൊണ്ടയിലെ ആദ്യത്തെ അപ്പാർട്ട്മെന്റ് മുതൽ അവരുടെ ഓഫീസ് വരെ എല്ലാം ഞാൻ തന്നെയാണ് പൂർത്തിയാക്കിയത്. പിന്നീട് അവരുടെ 2 വാനുകളും അവർ അത് ശരിക്കും ആഗ്രഹിച്ചതുപോലെ ലഭിച്ചു. ഒരു പ്രത്യേക രീതിയിലാണ് ദീപിക അതിന്റെ ഘടന ആഗ്രഹിച്ചത്. എനിക്കത് വളരെ രസകരമായി തോന്നി. ടെക്നീഷ്യന്മാരോടൊപ്പം വാനിന്റെ പണി ചെയ്യാൻ എനിക്ക് പോകേണ്ടി വന്നിരുന്നില്ല. പക്ഷേ അഭിനേതാക്കൾ അവരുടെ വാനുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയാൻ എനിക്ക് ഒരു കൗതുകമുണ്ടായിരുന്നു, വിനിത പറഞ്ഞു. ഒരു വലിയ വാനും ഒരു ചെറിയ വാനുമാണ് അവർക്കുള്ളത്. ചെറുത് അടുത്ത യാത്രകൾക്കുള്ളതാണ്. വലുത് വലിയ സ്റ്റുഡിയോ സൈറ്റുകളിൽ ഉപയോഗിക്കുന്നു, വിനിത കൂട്ടിച്ചേർത്തു. ദീപിക പദുക്കോണിനൊപ്പം ചിത്രീകരണം നടത്തുമ്പോൾ ഷാരൂഖ് ഖാന്റെ വാനിറ്റി വാനിൽ കയറിയ അനുഭവവും ഡിസൈനർ പങ്കുവച്ചു. ഷാരൂഖ് ഖാന്റെ വാനും അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം ആവശ്യകതകൾ എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച് രൂപകൽപ്പന ചെയ്തതായിരുന്നു. വിശ്രമത്തിനും വ്യായാമത്തിനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അതിലുണ്ട്. അദ്ദേഹത്തിന്റെ വാൻ അതിശയമായിരുന്നു. അതിനുള്ളിൽ ഒരു ചെറിയ ജിം വരെ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞു. കഴിഞ്ഞ വർഷം മകൾ ജനിച്ച ശേഷം ദീപിക പദുക്കോൺ 8 മണിക്കൂർ ജോലി സമയം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് താരത്തിന് വലിയ വിമർശനം നേരിടുന്നതിന് കാരണമായി. ജോലി സമയവും സെറ്റിലെ സാഹചര്യങ്ങളും സംബന്ധിച്ച നിബന്ധനകളുടെ പേരിൽ ദീപിക 2 സിനിമകളിൽ നിന്ന് പിന്മാറിയിരുന്നു.